ഇതൊരു കഥയല്ല, അയാളെന്നെ ചതിച്ചതാണ്. വക്കാലത്തെടുത്ത് വഞ്ചിക്കുന്ന ചില വക്കീലന്മാർ നമുക്കിടയിലുണ്ട്. ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഒരു കഥ പറയാൻ വേണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീ എന്നെ വിളിച്ചു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാനങ്ങനെ ഒരു പ്രാർത്ഥനക്കാരൻ, വലിയ പ്രാർത്ഥനക്കാരനൊന്നുമല്ല. അത്യാവശ്യം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞത്, എനിക്ക് മാനസികമായി വലിയ പ്രയാസത്തിലാണ് ഞാൻ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കുടുംബമാകെ ഛിന്ന ഭിന്നമായിട്ട് ഇരിക്കുകയാണ്. ബ്രദർ, എനിക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. ഞാൻ ചോദിച്ചു, എന്താണ് സഹോദരി, കാര്യം എന്താണ്, അത് പറയൂ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്. അവർ വിവാഹ മോചിതയാണ്. വിവാഹം കഴിഞ്ഞു 2-3 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവുമായിട്ട് ഒത്തു പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടിട്ട് വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. ആ കേസ് കോടതിയുടെ നിയമപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കേസ് വിധിയായി. അവർക്ക് ഡൈവോഴ്സ് കിട്ടി. ആ വക്കാലത്ത് എടുത്തിരുന്നത് ഒരു വക്കീലാണ്. എറണാകുളത്ത് നമ്മുടെ കോടതിയിൽ, ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വക്കീലാണ്. വക്കീൽ കേസെടുത്തു. കേസ് രണ്ട് പാത്രമായിട്ട് തിരിച്ചു. കേസെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. വിവാഹമോചിതയായി. ഈ കേസ് നടക്കുന്നതിന് ഇടയിലും കേസ് കഴിഞ്ഞതിന് ശേഷവുമൊക്കെ അപ്പോൾ ഇവരുടെ ഒരു മാനസിക തകർച്ചയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇവർക്ക് ആശ്രയം എന്ന പോലെ ഇവരെ സാന്ത്വനിപ്പിച്ചിരുന്നത് ഈ കേസ് വക്കാലത്തെടുത്ത വക്കീലാണ്. കാലക്രമേണ വക്കീലിൻ്റെ വളരെ അടുത്ത ഇടപെടലും വളരെ സൗഹാർദ്ദപരമായ കാര്യങ്ങളും ഒക്കെ ഒരു സ്നേഹത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരികയും വക്കീല് ഇവരെ ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അതൊരു തെറ്റായ കാര്യത്തിലേക്കല്ലേ നിങ്ങൾ പോയത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പറഞ്ഞു, ബ്രദറെ, അത് വക്കീലിൻ്റെ ആ ഒരു ഇതിനകത്ത് പ്രേരണയിൽ എനിക്കത് സംഭവിച്ചു പോയി. ഇതിനുശേഷം വക്കീൽ ഇപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് ഇവരെ ബന്ധപ്പെടുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവർ പരമാവധി ഒഴിഞ്ഞു മാറി പോവുകയാണ്. അപ്പോൾ ഇതിനിടയിലൊരു പുനർവിവാഹത്തിനുള്ള ശ്രമം വന്നു. വീട്ടുകാർ വീണ്ടും ആലോചിച്ചു വന്നപ്പോൾ ഇവർക്ക് ആ പുനർവിവാഹത്തോട് ചേരാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഇവരിങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോയി. ഇനി മറ്റൊരു ആളോട് ചേരുന്നതിന് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇവർക്ക് പുനർവിവാഹത്തിന് ഇപ്പോൾ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവർക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ മാനസികമായി അലട്ടുകയും അവരുടെ ജീവിതത്തിൻ്റെ ഒരു സ്വസ്ഥതയെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് മനസ്സ് ശാന്തമാക്കാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പലരോടും അവർ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിലും എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ വക്കീൽ ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും അവരതിൻ്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ആ വക്കീലിനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു വക്കീൽ കൂടിയാണ്. വക്കീലുമായിട്ട് എനിക്ക് വലിയ അടുപ്പമില്ല, പക്ഷേ വക്കീലിനെ അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ വക്കീലിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ വക്കീൽ ഇതുപോലെയുള്ള പല വിവാഹ മോചന കേസുകൾ എടുക്കുകയും ആ സ്ത്രീകളുമായിട്ട് പിന്നെ ബന്ധം പുനഃസ്ഥാപിക്കുകയും അവരെ ഇത്തരത്തിൽ ട്രാപ്പിലാക്കുന്ന ഒരു രീതി ഈ വക്കീൽ തുടർന്നു പോരുകയാണ്. ഞാനത് വക്കീലിൻ്റെ ഗുമസ്തനിൽ നിന്ന് തന്നെയാണ് ആ കാര്യം തിരിച്ചറിഞ്ഞത്. അവരോട് ഇത്തരത്തിൽ എടുക്കുന്ന കേസുകളിൽ ആ സ്ത്രീകളുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അവരെ ഇത്തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അറിയാം സാറേ, പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരോടാണ് ഞങ്ങളത് പറയുക? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉപാധിയാണ് ഈ വക്കീലിനെ കൂടി ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇത്തരം വക്കീലന്മാർ ഈ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ വക്കീലിനും നല്ല ജീവിത പങ്കാളിയും 2-3 മക്കളും ഒക്കെയുള്ള ആളാണ്. അപ്പോൾ ആ വക്കീലിൻ്റെ ഭാര്യ അറിയുകയോ മക്കൾ അറിയുകയോ മറ്റ് ബന്ധുക്കൾ അറിയുകയോ ഒക്കെ ചെയ്താൽ വക്കീലിൻ്റെ അവസ്ഥ എന്താവും? അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താവും? ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ, അങ്ങനെ ഒരുപാട് സമൂഹത്തെ ബാധിക്കുന്ന, കുടുംബങ്ങളെ ബാധിക്കുന്ന, മാനസികമായ സ്വസ്ഥതയും ആരോഗ്യവും ഒക്കെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വക്കീലന്മാർ ഒന്ന് മാറി നിൽക്കുന്നതിന്
ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്നോട് അവർ ഒരു കുമ്പസാര രഹസ്യം പോലെ അവരുടെ മനസ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടിട്ട് നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചത്. ഒരു കഥയല്ല, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഓർമ്മപ്പെടുത്തൽ ഇതാണ്: ഇത്തരം വക്കാലത്തുകൾ എടുക്കുന്ന വക്കീലന്മാർ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാതിരിക്കുക, നിങ്ങളുടെ കുടുംബങ്ങളെയും സ്വസ്ഥമായി ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം വേലത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ജീവിത അനുഭവമോ മറ്റൊരു ടോപ്പിക്കോ ആയിട്ട് വീണ്ടും കാണാം എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.